കുട്ടികളെ കൊന്ന നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ പിന്തുടരുന്നത് തുടരും. ഇസ്രയേലിന് IRGCയുടെ മുന്നറിയിപ്പ്. ഇറാൻ നെതന്യാഹുവിന് പിന്നാലെ തന്നെയെന്ന സൂചന. ഖമനയെ തീർത്ത ഇസ്രയേലിന് മൊസാദിനോട് പകരം വീട്ടാൻ കാത്തിരിക്കുകയാണ് IRGC. ട്രംപിന്റെ ഒരു പരാമർശത്തിനും IRGC മറുപടി നേരത്തെ പറഞ്ഞിരുന്നു. ഇറാനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തിന് മറുപടിയുമായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേരത്തെ രംഗത്ത് വന്നിരുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരായ സൈനിക നീക്കം എപ്പോൾ അവസാനിക്കും എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും എന്നാണ് IRGC നൽകിയ മറുപടി. മേഖലയുടെ ഭാവി ഇറാൻ സേനയുടെ കൈകളിലാണെന്ന് IRGC പറയുന്നു. ഇറാനിലെ സംഘർഷം ഉടൻ അവസാനിക്കുമെന്ന ട്രംപിന്റെ പരാമർശത്തിന് IRGCയുടെ മറുപടി. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ബങ്കറിലേക്ക് മാറും മുൻപ് അധികാരം IRGCക്ക് കൈമാറിയത് തന്നെ അവരുടെ ശക്തിയുടെ തെളിവാണ്. യുദ്ധത്തിന്റെ അവസാനം നിശ്ചയിക്കുക ഞങ്ങളാണെന്നാണ് IRGCയുടെ ഒരു പ്രസ്താവന. മേഖലയുടെ സമവാക്യങ്ങളും ഭാവിയും ഇപ്പോൾ നമ്മുടെ സായുധ സേനയുടെ കൈകളിലാണ് എന്നതാണ് രണ്ടാമത്തെ മറുപടി. ഇറാനിൽ കരസേന, വ്യോമസേന, നാവികസേന എന്നിങ്ങനെ നിരവധി സൈനിക വിഭാഗങ്ങളുണ്ട്. എന്നാൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ഇറാനിലെ ഏറ്റവും ശക്തവും സ്വാധീനമുള്ളതുമായ സേന. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ബങ്കറിലേക്ക് മാറും മുൻപ് അധികാരം IRGCക്ക് കൈമാറിയത് അവരുടെ ശക്തിയുടെ തെളിവാണ്. IRGC ഇറാനിലെ സാധാരണ സൈനിക വിഭാഗങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സ്വന്തമായി കരസേനയുണ്ട്, നാവികസേനയുണ്ട്, വ്യോമസേനയുണ്ട്, കൂടാതെ രഹസ്യാന്വേഷണ വിഭാഗവും ഉണ്ട്. സാധാരണ സൈനിക വിഭാഗങ്ങൾ ഇറാനിയൻ പ്രതിരോധ മന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ IRGC നേരിട്ട് രാജ്യത്തെ പരമോന്നത നേതാവിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 1979 ഇറാനിയൻ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം പുതുതായി അധികാരത്തിലെത്തിയ ഭരണകൂടത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് IRGC രൂപീകൃതമായത്. നിലവിൽ 1.5 ലക്ഷത്തോളം അംഗങ്ങൾ ഈ സേനയിലുണ്ട്. ബാസിജ് എന്ന പാരാമിലിറ്ററി വിഭാഗവും IRGCയുടെ ഭാഗമാണ്. ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ IRGC സജീവമായി പങ്കെടുത്തിരുന്നു. ഈ സമയത്താണ് അവരുടെ സേനാഘടനയിൽ വലിയ പരിഷ്കാരങ്ങൾ വരുത്തിയത്. ഇറാന് പുറത്തും IRGCക്ക് കാര്യമായ സ്വാധീനമുണ്ട്. സിറിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആഭ്യന്തര യുദ്ധങ്ങളിൽ അവർ ഇടപെടലുകൾ നടത്താറുണ്ട്. പരമോന്നത നേതാവിനെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ ഇറാനിലെ ഉന്നത സർക്കാർ നേതൃത്വവുമായും IRGCക്ക് അടുത്ത ബന്ധമാണുള്ളത്. അത്യാധുനിക ആയുധങ്ങളും ഇവരുടെ കൈവശമുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും IRGCയുടെ കീഴിലാണ്. അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുന്നതിന് മുൻപ് തന്നെ ഇറാനിലെ ഭരണ നേതൃത്വത്തിൽ ഭിന്നതകൾ നിലനിന്നിരുന്നതായാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്നാൽ ഖമേനിയുടെ ഭരണത്തിന് കീഴിൽ ഇത്തരം അഭിപ്രായ ഭിന്നതകളൊക്കെ അടിച്ചമർത്തി. പക്ഷെ പരമോന്നത നേതാവ് ഇല്ലാതായതോടെ ഇതൊക്കെ മറനീക്കി പുറത്തുവരികയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. നിലവിൽ IRGC സ്വന്തം നിലയ്ക്കാണ് ആക്രമണത്തിനുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് വിവരം. ഇറാന്റെ പരമോന്നത നേതാവിന് കീഴിലുള്ള സൈനിക വിഭാഗമാണ് IRGC. അതിനാൽ തന്നെ പരമോന്നത നേതാവിനോട് മാത്രമേ ഇവർക്ക് ഉത്തരം നൽകേണ്ടതുള്ളൂ. പരമോന്നത നേതാവായിരുന്ന ഖമേനി ഇസ്രയേലും US ചേർന്ന് വധിച്ചതോടെ IRGC സ്വന്തം നിലയ്ക്ക് ആക്രമണ പദ്ധതികൾ ഇപ്പോൾ ആസൂത്രണം ചെയ്യുകയാണ്. രാജ്യത്തെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ശേഖരവും IRGCയുടെ നിയന്ത്രണത്തിലാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള സ്ഥിരീകരിക്കാത്ത അവകാശവാദങ്ങൾക്കും കിംവദന്തികൾക്കും ഇടയിൽ ഇറാൻ ഗാർഡുകൾ ഞായറാഴ്ച നെതന്യാഹുവിനെ പിന്തുടരുകയും കൊല്ലുകയും ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തതായും AFPയുടെ റിപ്പോർട്ടുകളുണ്ട്. ഇറാനിയൻ മിസൈൽ ആക്രമണത്തെ തുടർന്ന് വ്യോമാക്രമണ സൈറണുകളെ തുടർന്ന് ഞായറാഴ്ച രാവിലെ മധ്യ ഇസ്രായേലിൽ ഉച്ചത്തിലുള്ള സ്ഫോടനങ്ങൾ കേട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. നേരത്തെ US സൈന്യം ഉപയോഗിക്കുന്ന സൗദിയുടെ അൽ ഖർജ് വ്യോമത്താവളത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഇറാനെതിരായ ആക്രമണങ്ങളിൽ ഉൾപ്പെട്ട US PF-35, PF-16 യുദ്ധവിമാനങ്ങളുടെ വേദിയായി അൽ ഖർജ് താവളം ഇസ്ലാമിക മാതൃരാജ്യത്തിനെതിരായ ആക്രമണങ്ങളുടെ ഉത്ഭവസ്ഥാനമായിരുന്നുവെന്ന് IRGC പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇറാഖിന് മുകളിലൂടെ ഇന്ധനം നിറച്ച വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട 6 വ്യോമസേനാ അംഗങ്ങളെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രതിരോധ വകുപ്പ് തിരിച്ചറിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം 3-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിൽ ചർച്ച നടത്താൻ ഇറാൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച അവകാശപ്പെട്ടു. എന്നാൽ വാഗ്ദാനം ചെയ്ത വ്യവസ്ഥകൾ അപര്യാപ്തമായതിനാൽ അദ്ദേഹം ഇതുവരെ ഒരു വെടിനിർത്തലിന് സമ്മതിക്കാൻ തയ്യാറല്ല. ഒരു അഭിമുഖത്തിൽ ട്രംപാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യം ചർച്ചകൾ ആഗ്രഹിക്കുന്ന സൂചനകൾ ഉണ്ടായിരുന്നിട്ടും ഈ ഘട്ടത്തിൽ ടെഹ്റാനുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ താൻ തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ ഒരു കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിബന്ധനകൾ ഇതുവരെ പര്യാപ്തമല്ലാത്തതിനാൽ ഞാൻ അതിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഏതൊരു നിബന്ധനയും വളരെ ഉറച്ചതായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഞായറാഴ്ച രാവിലെ ബഹ്റൈനിലെ മനാമയിൽ നിന്ന് വലിയ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ടാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മസ്.